CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ശനിയാഴ്ച അതിശക്തമായ മഴയ്ക്കും 26 മുതൽ 30 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു വീണു. കണ്ണമ്പാറ മേലേതിൽ 64 വയസ്സുള്ള പരമേശ്വരന്റെ ഓടുമേഞ്ഞ വീടാണ് പുലർച്ചെ 4 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. തനിച്ചു താമസിക്കുന്ന ഇദ്ദേഹം സംഭവത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വരവൂർ കുമരപ്പനാലിൽ വൻ തേക്കുമരം കടപുഴകി വീണ് വീട് തകർന്നു. കുമരക്കുന്ന് പട്ടത്തുവളപ്പിൽ മണിയെന്ന ശ്യാംമോഹന്റെ വീടിന് മുകളിലേക്ക് പുലർച്ചെ 3ഓടെയാണ് മരം വീണത്. കുടുംബം ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് 3 സെന്റിൽ പനപൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. മുത്തുപിടിക വീട്ടിൽ പരേതനായ ജോസിന്റെ വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. 30 കോടി ചെലവിൽ ടൂറിസം വകുപ്പ് ഗുരുവായൂർ കിഴക്കേനടയിൽ നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൌസ് സെപ്റ്റംബർ അവസാനം ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റും പ്രധാനമന്ത്രിയുമടക്കമുള്ള VVIPകൾക്ക് താമസിക്കാനുള്ള 2 പ്രസിഡൻഷ്യൽ സ്യൂട്ടടക്കം 60 മുറികളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടുന്നതാണ് ഗസ്റ്റ് ഹൌസ്. ഗുരുവായൂർ കാവീട് തലങ്ങാട്ടിരി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം. അലങ്കാരക്കോഴികളടക്കം 35 വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്ക് CCTV പുസ്തകങ്ങൾ നൽകി. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പുസ്തകങ്ങൾ കൈമാറി. പൊന്നേർകുളത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനങ്ങൾ കത്തിച്ചു. ആൽത്തറ കുണ്ടനി തണ്ടേങ്കാട്ടിൽ അശോകന്റെ മകൻ അഭിലാഷിന്റെ വീട്ടിലെ ഇരുചക്രവാഹനങ്ങളാണ് ശനിയാഴ്ച പുലർച്ചെയോടെ അഗ്നിക്കിരയായത്. വടക്കേകാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അയൽവാസി ശിവദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാണ്ടാണശ്ശേരി പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്കായി തൈകൾ വിതരണം ചെയ്തു. പ്രമേഹത്തെ തുടർന്ന് ഇടതുകാൽമുട്ടിന് താഴെ മുറിച്ചുമാറ്റേണ്ടി വന്ന അടുപ്പുട്ടി സ്വദേശി കിടങ്ങൻ വീട്ടിൽ ജോൺസണ് ഉപജീവനമാർഗത്തിനായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്കൂട്ടർ സമ്മാനിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചമ്മന്നൂർ സ്വദേശി അഹമ്മദ് സഹലിനെ മഹല്ല ജമാഅത്ത് കമ്മിറ്റി അനുമോദിച്ചു. കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഗീത സെമിനാറും സമാദരണ സദസ്സും നടത്തി. ഗുരുവായൂർ LF കോളേജ് എക്കണോമിക്സ് വിഭാഗത്തിന്റെ അസോസിയേഷൻ ഉദ്ഘാടനവും തൊഴിൽ നൈപുണ്യ വികസന ശില്പശാലയും നടത്തി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ സ്ഥാനത്തിൽ രാജ്യപുരസ്കാർ ലഭിച്ച വിനയയെ പെരുമ്പിലാവ് പുത്തംകുളം അഞ്ചമ്പലം ദേവസ്ഥാനം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വൈസ്മെൻസ് റോയൽസ് ക്ലബിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റഞ്ഞൂർ ഇമ്മാനുവൽ LP സ്കൂളിൽ ഗാന്ധിജിയെ അറിയാൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.